പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ട മീഡിയയിലേക്ക് സ്വാഗതം. വിശ്വാസ ജീവിതത്തിൻ്റെ പ്രയോഗ വഴിയിൽ കൗദാശിക പദ്ധതികൾ എങ്ങനെ അനുഭവപ്പെടുന്നു എന്നതിനെക്കുറിച്ചാണല്ലോ ഈ സംഭാഷണത്തിലൂടെ നാം സംവദിക്കുക. മാമോദീസയെ സംബന്ധിച്ച കഴിഞ്ഞ ഭാഗങ്ങളിൽ എങ്ങനെയാണ് വിശ്വാസത്തിലേക്ക് നാം പ്രവേശിക്കുന്നതെന്നും വിശ്വാസം വഴി എങ്ങനെയാണ് രക്ഷയുടെ അനുഭവത്തിലേക്ക് നാം ചുവടുവെക്കുന്നതെന്നും മാമോദീസ വഴി ദൈവരാജ്യത്തിൻ്റെ അവകാശികളും സഭയുടെ അംഗങ്ങളും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങളുമായി നമ്മൾ എങ്ങനെയാണ് മാറുന്നതെന്നും നമ്മൾ ചിന്തിച്ചു. നമ്മുടെ സാമാന്യ ജീവിതത്തെ അസാമാന്യമായ ഒന്നിലേക്ക്, സവിശേഷമായ ഒന്നിലേക്ക് പകർത്തുകയാണ് കൗദാശിക ജീവിതം. കൗദാശിക ജീവിതം ഒരിക്കലും ഒരു സംഭവത്തിനകത്ത് അല്ലെങ്കിൽ ഒരു സന്ദർഭത്തിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ഒരു കൂദാശയ്ക്കും അങ്ങനെ ഒരിടത്ത് മാത്രം ഒതുങ്ങി നിന്ന് അല്ലെങ്കിൽ ഒരു സന്ദർഭത്തിനകത്ത് മാത്രം പ്രയോഗിക്കപ്പെട്ട് മാറാനാവില്ല. എല്ലാ കൂദാശകളും നിരന്തരതയുടെ മനുഷ്യജീവിതത്തിന് അങ്ങോളം എത്തുന്ന ഒരു പ്രയോഗ വഴിയുടെ സ്വഭാവമുണ്ട്. പ്രസാദപരാവസ്ഥയിലായിത്തീരുകയാണ് മാമോദീസ വഴി. വിശുദ്ധിയുടെ വസ്ത്രം അണിയുക, പ്രസാദപരാവസ്ഥയിലാകുക. പ്രസാദപരം എന്ന് വെച്ചാൽ ആദ്യത്തെ അവസ്ഥയിലേക്ക്, ദൈവവുമായുള്ള ചേർച്ചയുടെ അവസ്ഥയിലേക്ക് നാം എത്തിച്ചേരുന്നു. അങ്ങനെ ദൈവവുമായി ഐക്യപ്പെട്ട് ജീവിതം ആരംഭിക്കുന്ന നമ്മൾ വിശ്വാസ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രകടമായ ഭാവമായ വിശുദ്ധിയുടെ മാർഗം. വിശുദ്ധി എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് പലപ്പോഴും ഈ നന്മ ചെയ്യുക എന്ന അർത്ഥത്തിൽ മാത്രം ഒതുക്കി വെച്ചിട്ടല്ല. അത് ലക്ഷ്യം സ്വർഗമായിട്ടുള്ള ഒരാൾ, അനുതാപിയായ ഒരാൾ. ഈ അനുതാപമാണ് വിശുദ്ധിയുടെ ഏറ്റവും നല്ല അടയാളമായി കരുതപ്പെടേണ്ടത്. പലപ്പോഴും നമ്മൾ കരുതുന്നത് സൽപ്രവൃത്തികളൊക്കെയാണ്. സൽപ്രവൃത്തികളൊക്കെ എല്ലാം അവസാനമായി അത് ക്രിസ്തു അനുയോജ്യമായ ഒന്നായിട്ട് മാറുന്നത് അനുതാപത്തിലാണ്. അത് നന്മ ചെയ്തു എന്ന് തോന്നിയാൽ തന്നെ അതിൽ തന്നെ അഹങ്കാരമുണ്ടായി ആ ചെയ്ത നന്മ തന്നെ എതിരായി മാറാം. അവിടെ അനുതാപമുള്ള ഹൃദയം, ആശ്രയത്വമുള്ളൊരു ഹൃദയം ഉണ്ടാകലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പം അങ്ങനെ മാമോദീസ വഴി നാം കൂദാശ പദ്ധതിയുടെ ഭാഗമായി മാറുന്നു. അങ്ങനെ പ്രസാദപരാവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നു. ഇനി ഈ പ്രസാദപരാവസ്ഥയുടെ ജീവിതം എവിടെയാണ് സമ്പൂർണ്ണത പ്രാപിക്കുക? മരണത്തോളം എത്തുന്ന ഒരു ഭൗമിക വാസകാലം മുഴുവൻ തങ്ങളുടെ സാമാന്യ ജീവിതത്തിൻ്റെ എല്ലാ സാധ്യതകളിലും സാഹചര്യങ്ങളിലും ഈ കൗദാശികമാനം ഉയർന്നു നിൽക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ ആത്മാവിൻ്റെ ഇംഗിതത്തിനനുസരിച്ചായി ഒരാൾ മാറി മാറി വിശ്വാസം ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിനോട് യോജിച്ച് ജീവാർപ്പണം ചെയ്യുന്നതിൻ്റെ പേരാണ് മാമോദീസ. അങ്ങനെ ഒരാൾ എത്തിച്ചേരുന്ന ഒരു ജീവിതത്തിനകത്ത് സ്വാഭാവികമായി സംഭവിക്കാനിടയുള്ള ഒന്നാണ് പാപത്തിലുള്ള വീഴ്ച. വിശുദ്ധ യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ, 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 1-ാം തിരുവചനത്തിൽ അത് പറയുന്നുണ്ട്. കുഞ്ഞുമക്കളെ, നിങ്ങളിൽ ആരെങ്കിലും പാപം ചെയ്യാനിടയായാൽ തന്നെ നമുക്ക് ഒരു രക്ഷകനുണ്ട്, നമുക്ക് പ്രത്യാശിക്കാനൊരു വകയുണ്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ അതുകൊണ്ട് നാം വീണു പോകാനിടയുണ്ട്. എന്താണ് വീണു പോകാൻ ഇടയുണ്ടാകാൻ കാരണം? ദൈവം പാപം മോചിക്കുമ്പോഴും പാപത്തിൻ്റെ കറകൾ മായ്ച്ചു കളയുമ്പോഴും 4 ചായ്ച്ചിലുകൾ നിലനിർത്തി. 4 ചായ്ച്ചിലുകൾ നിലനിർത്തുന്നുണ്ട്. ആ ചായ്ച്ചിലുകളിൽ ഒന്ന് സഹനമാണ്. അജ്ഞത, സഹനം, മരണം, മോഹം അവ നിലനിൽക്കുകയാണ്. ഇവ നിൽക്കുന്നത് കൊണ്ട് സ്വാഭാവികമായി വീഴാനുള്ളൊരു സാധ്യത അതിനകത്തുണ്ട്. അതേസമയം തന്നെ ഈ 4 സാധ്യതകൾ, ഈ ചായ്ച്ചിലുകളെല്ലാം തന്നെ പുണ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള അല്ലെങ്കിൽ വിശുദ്ധിയിലേക്ക് പ്രവേശിക്കാനുള്ള ഏറ്റവും പ്രത്യക്ഷമായ സാഹചര്യങ്ങളുമാണ്. സ്വാഭാവികമായി ഈ ചായ്ച്ചിലുകൾ പാപത്തിലേക്കാണ് വഴി തുറക്കുന്നത്. എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തോടെയുള്ള ജീവിതം, ആത്മാവിലുള്ള ജീവിതം, അനുതാപപൂർണമായ ജീവിതം ഈ 4 ചായ്ച്ചിലുകളെ മറികടന്ന് ക്രിസ്തുവിനെ പ്രാപിക്കാൻ, ക്രിസ്തു അനുഭവത്തിലേക്ക് വരാൻ വേണ്ടി ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പാപച്ചായ്ച്ചിലുകൾ നമ്മൾ വീണു പോകാനുള്ളതല്ല. അത് നമുക്ക് ക്രിസ്തുവിനെ അനുഭവിക്കാനുള്ള, അല്ലെങ്കിൽ സ്വർഗത്തെ അനുഭവിക്കാനുള്ള, പാപത്തെ നിഷേധിക്കാനുള്ള, ലോകത്തെ നിഷേധിക്കാനുള്ള ജീവിത സന്ദർഭങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായി പാപത്തിന് അധീനരായിരുന്ന നമ്മൾ പാപത്തിൽ നിന്ന് വിമോചിതരാകുന്നു.
അങ്ങനെ പാപത്തിൽ നിന്ന് വിമോചിതരാകുന്ന നമ്മൾ ഈ പാപച്ചായ്ച്ചിലുകൾ ശേഷിപ്പിക്കുന്നു. ആ പാപച്ചായ്ച്ചിലുകളെ നിരന്തരമായി നാം നേരിടേണ്ടതുണ്ട്. അവിടെയാണ് യോഹന്നാൻ ശ്ലീഹയുടെ വചനം നമ്മളെ ധൈര്യപ്പെടുത്തുന്നത്. കുഞ്ഞുമക്കളെ, നിങ്ങളിൽ ആരെങ്കിലും പാപം ചെയ്യാനിടയായാൽ തന്നെ നമുക്കൊരു രക്ഷകനുണ്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവൻ്റേത്. ലോകമതങ്ങളിൽ, ലോകത്തുള്ള എല്ലാ വിശ്വാസ സംഹിതകൾക്കകത്തും ഒരു വലിയ പ്രശ്നമാണ് പാപത്തിൻ്റെ അടിമത്വം. പാപം മൂലം അടിമകളാണെന്നും അതുകൊണ്ട് പാപികളാണെന്നും എപ്പോഴും ഒരു അധമഭാവം നിലനിർത്തിക്കൊണ്ടാണ് എല്ലാ വിശ്വാസ സംഹിതകളും പുരോഗമിക്കുന്നത്. യേശുക്രിസ്തുവിലാകട്ടെ ഈ പാപം എന്നതിനെ അവൻ ഏറ്റെടുത്തിട്ടുണ്ട് എന്നും ഇനിയും നിങ്ങൾ പാപം ചെയ്യാൻ ഇടയായാൽ തന്നെ നമുക്കൊരു രക്ഷകനുണ്ട്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എന്നൊരു പ്രത്യാശയുടെ പടവ് അതിനകത്ത് ദൈവം വെച്ചിട്ടുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ടവരെ, ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ പാപികളാണ് എന്ന് ചിന്തിക്കുന്നത് അനുതാപമുള്ളവരായിരിക്കാൻ വേണ്ടിയാണ്, അനുതാപം വഴി രക്ഷയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ അധമ മനോഭാവം ഉള്ളവരാകാൻ വേണ്ടിയല്ല. പാപത്തെ സംബന്ധിച്ച ബോധ്യങ്ങളിലേക്ക് നമുക്ക് വേറെ വരാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിരന്തരമായി മറ്റു കൂദാശകളെല്ലാം ഈ മാമുദീസയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. മാമുദീസയുടെ ഈ പരിപൂർണ അവസ്ഥയിലേക്ക്, പ്രസാദപരാവസ്ഥയിലേക്ക് നമ്മെ തിരികെ കൊണ്ടുപോകാനാണ് മറ്റു കൂദാശകൾ. അങ്ങനെ നാം പ്രധാനമായി പ്രവേശിക്കുന്ന, അല്ലെങ്കിൽ അതിന് ഏറ്റവും നമ്മെ സഹായിക്കുന്ന, ഏറ്റവും അടുത്ത് വരുന്നൊരു കൂദാശയാണ് കുമ്പസാരം. മാമുദീസയോടൊപ്പമുള്ള അടിസ്ഥാന കൂദാശകളിൽ കുർബാനയും സ്ഥൈര്യലേപനമാണുള്ളത്. അതിനെക്കുറിച്ച് വേറെ നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെ നമ്മൾ ഈ പ്രസാദപരാവസ്ഥയിലേക്ക് വീണുപോയാൽ ഉടനെ തിരികെ വരാനുള്ള ഒരു മാർഗമായി നിലനിൽക്കുന്ന കൂദാശയാണ് കുമ്പസാരം എന്ന കൂദാശ. അപ്പോൾ കുമ്പസാരം എന്ന കൂദാശയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക. പാപത്തിന് മോചനമുണ്ട്. ക്രിസ്തുവിൽ സംഭവിച്ച പാപവിമോചനം നമുക്ക് ആനുകാലിക ജീവിതത്തിൽ അനുഭവിക്കാവുന്ന പ്രഥമമായ പടി മാമുദിസയാണ്. അതിൻ്റെ ഒരു നിരന്തരത, അല്ലെങ്കിൽ വീണു പോകുമ്പോൾ അതിൽ നിന്ന് മറികടക്കാനുള്ള, അപ്പുറത്തേക്ക് കിടക്കാനുള്ള പാപവിമോചനത്തിൻ്റെ കൂദാശയാണ് കുമ്പസാരം. ഈശോയിലേറ്റവും പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുമ്പസാരത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയണം. അനുതാപമുള്ള ഹൃദയമുള്ളവരായി മാറാൻ കഴിയണം. അതിന് പാപത്തെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണകൾ നമുക്കുണ്ടാകേണ്ടതുണ്ട്. പാപത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഈ കൂദാശ മുഖേന ഇപ്രകാരം ഒരു രക്ഷ അനുഭവം നമുക്ക് വീണ്ടെടുക്കാൻ കഴിയും. നിരന്തരമായി തിരികെ പോകാൻ കഴിയും. വീഴ്ചയുടെ ഏത് സാഹചര്യങ്ങൾ അതിജീവിക്കാൻ കഴിയും. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായ ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധ്യതയുണ്ട് എന്ന പരമാർത്ഥം ഓർക്കണമെന്നാണ് ഇത്തവണ പറയാനുള്ളത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ കുമ്പസാരമൊക്കെ നടക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ. യഥാർത്ഥത്തിൽ കുമ്പസാരം ചെയ്യുന്ന ഒരു പ്രധാന പ്രവൃത്തി അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ എഫക്റ്റാണെന്നാണ് സാധാരണ ആളുകൾ പറയാറ്. അതായത് പാപമേറ്റു പറയുമ്പോൾ ഒരു ഹൃദയഭാരം ഒഴിയുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പരിമിതപ്പെടുത്തി ചിന്തിക്കാവുന്ന കാര്യമല്ല കുമ്പസാരം. കുമ്പസാരം യഥാർത്ഥ അനുതാപം മുഖേന അനുഭവിക്കേണ്ട പാപവിമോചനത്തിൻ്റെ രക്ഷാനുഭവത്തിൻ്റെ ഒരു തലമാണ്. ആ കാര്യത്തെക്കുറിച്ചാണ് ഇനിയുള്ള ഭാഗത്ത് നാം ചിന്തിക്കുക. ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, വളരെ പരിമിതമായൊരു കാര്യമാണ് നമ്മൾ പറഞ്ഞത്. കുമ്പസാരത്തെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് കീഴെ കമൻറ്റ് ചെയ്യാം. കുമ്പസാരത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാം, സംശയങ്ങളുള്ളത് ചോദിക്കാം. നമ്മളിപ്പോൾ പറഞ്ഞു വന്ന ഒറ്റ കാര്യം ഇത്രയേ ഉള്ളൂ. ഈ പ്രസാദപരാവസ്ഥയിലേക്ക് തിരികെ പോകാൻ, മാമുദീസയിൽ ശുദ്ധീകരിക്കപ്പെട്ട നമുക്ക് അതേ അവസ്ഥയിലേക്ക് തന്നെ തിരികെ പോകാനുള്ള കൂദാശയാണ് കുമ്പസാരം. കുമ്പസാരത്തിലൂടെ നാം ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വിമോചനം അനുഭവിക്കുന്നു. ട്രെൻഡ് സുനഹദോസ് ഈ പാപച്ചായ്ച്ചിലുകളെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ആ പാപച്ചായ്ച്ചിലുകൾ ഉള്ളത് കൊണ്ട് വീണു പോകാനൊരു സാഹചര്യമുണ്ട്. അതിനെ മറികടക്കാനായി, ആത്മാവിൻ്റെ അധിക ബലത്തിൽ മുന്നേറാനായി നമുക്ക് കഴിയണം. കുമ്പസാരം നമുക്ക് പ്രത്യാശ പകരുന്ന കൂദാശയാണ്, കൗദാശിക പദ്ധതിയാണ് നമ്മുടെ സാമാന്യതയെ അസാമാന്യമായൊരു ജീവിതമാക്കി മാറ്റുന്നത് എന്നാണ് ഇത്തവണ പറയാൻ ശ്രമിച്ചത്. അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാം, ചോദ്യങ്ങൾ ചോദിക്കാം. പാപത്തെ സംബന്ധിച്ചോ അഥവാ കുമ്പസാരത്തെ സംബന്ധിച്ചോ ഉള്ള സംശയങ്ങൾ ചോദിക്കാം. അതിനുകൂടി ഉള്ള മറുപടികളായിട്ടായിരിക്കും അടുത്ത ഭാഗങ്ങൾ. ഏവർക്കും നല്ലത് സംഭവിക്കട്ടെ. അനുതാപമുള്ള ആത്മാവിൻ്റെ പ്രവൃത്തി എല്ലാവരുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.